രണ്ടാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് ഇനി നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത്. എന്താണ് മനുഷ്യാവകാശം എന്നും ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചുമാണ് 4ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. 1ാമത്തെ മൊഡ്യൂളിലും 2ാമത്തെ മൊഡ്യൂളിലും 3ാമത്തെ മൊഡ്യൂളിലും വ്യക്തികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട, പൗരന്മാരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ചകളാണ് നമ്മൾ നടത്തിയത്. 4ാമത്തെ മൊഡ്യൂളിൽ ചെയ്യുന്നത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് മനുഷ്യാവകാശമെന്നും മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിന് ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചുമാണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് മനുഷ്യാവകാശം എന്ന് മനസ്സിലാക്കണം. എന്താണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്? മനുഷ്യ കുടുംബത്തിലെ അംഗം എന്ന നിലയ്ക്ക് ഓരോ വ്യക്തിക്കും അടിസ്ഥാനപരവും അനിഷേധ്യവുമായ അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ജാതി, മതം, ലിംഗം, വംശം, ദേശം തുടങ്ങിയവയൊന്നും കണക്കിലെടുക്കാതെ എല്ലാ വ്യക്തികളിലും അന്തർലീനമായ ജന്മാവകാശമാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. മനുഷ്യരുടെ, വ്യക്തികളുടെ എല്ലാവിധ ക്ഷേമത്തിനും അവരുടെ അവകാശങ്ങൾ അത്യാവശ്യമാണ്. വ്യക്തികളുടെ ക്ഷേമം നിലനിൽക്കണമെങ്കിൽ വ്യക്തികൾക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ എല്ലാ മനുഷ്യർക്കും, എല്ലാ വ്യക്തികൾക്കും അടിസ്ഥാനപരമായും അനിഷേധ്യമായും ഉള്ളതാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള നിർവചനമാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശങ്ങളെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഡെഫിനിഷനിൽ, ഹ്യൂമൻ റൈറ്റിന്റെ ഡെഫിനിഷനിൽ നൽകിയിരിക്കുന്നത്. നമ്മുടെ പ്രകൃതിയുടെ അവസ്ഥയിൽ അന്തർലീനമായിട്ടുള്ളതും നമുക്ക് മനുഷ്യരായി ജീവിക്കാൻ നിർബന്ധിതവുമായ അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് UN നിർവചിച്ചിരിക്കുന്നത്. UNO നിർവചിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശങ്ങൾ എന്ന ആശയം നാച്ചുറൽ ലോ സ്ഥാപിച്ചിട്ടുള്ള നാച്ചുറൽ റൈറ്റ് എന്ന പുരാതന സിദ്ധാന്തത്തോളം പഴക്കമുണ്ട്. അത് വളരെ പഴക്കം ചെന്ന ആശയമാണ്. മനുഷ്യന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നാച്ചുറൽ റൈറ്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആശയം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും 2ാം ലോക മഹായുദ്ധാനന്തരമാണ് മനുഷ്യാവകാശങ്ങൾക്ക് ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രാധാന്യം വർദ്ധിച്ചത്. കാരണം നമുക്കറിയാം, ലോകത്ത് 2 ലോക മഹായുദ്ധങ്ങൾ നടന്നു. അതിനിടയിൽ ഫാസിസവും നാസിസവും ഒക്കെ ഉണ്ടായി. ദശലക്ഷക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ അവകാശങ്ങൾ ഹോമിക്കപ്പെടുകയും അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി ആധുനിക ലോകത്ത് മനുഷ്യന്റെ അവകാശം വളരെ പ്രധാനപ്പെട്ടതാണെന്നും മനുഷ്യൻ എന്തിന്റെയെങ്കിലും പേരിൽ തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മനുഷ്യരുടെ അവകാശ ലംഘനമാണെന്നുമുള്ള ബോധ്യം ആഗോളതലത്തിൽ തന്നെ ഉണ്ടാകുന്നത് 2ാം ലോക മഹായുദ്ധത്തിന്റെ ശേഷമാണ്. ഐക്യരാഷ്ട്രസഭയുടെ UNOയുടെ സെൻട്രൽ അസംബ്ലി അംഗീകരിച്ച സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം UDHR 1948 ഡിസംബർ 10 UDHR സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിക്കുന്നത്. നമ്മൾ ഡിസംബർ 10 എല്ലാ വർഷവും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഇതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. UDHRന് ശേഷം ഉണ്ടായ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങൾ, ഇന്റർനാഷണൽ കവനന്റ് ഓഫ് സോഷ്യൽ, എക്കണോമിക്കൽ, കൾച്ചറൽ റൈറ്റ്, അതുപോലെ പൗരരാഷ്ട്രീയ അവകാശങ്ങൾ, സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്, ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് തുടങ്ങിയവ വന്നതോടുകൂടി അന്താരാഷ്ട്ര രംഗത്ത് തന്നെ മനുഷ്യാവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ലഭിച്ചത്. ഇതോടെ എല്ലാവിധ അവകാശ ലംഘനങ്ങളിൽ നിന്നും വ്യക്തികളെ സംരക്ഷിക്കാനുള്ള സന്ദേശം ആഗോളതലത്തിൽ തന്നെ ഉണ്ടായി വന്നു. ഇങ്ങനെയാണ് മനുഷ്യാവകാശം ആഗോളതലത്തിൽ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
ഹ്യൂമൻ റൈറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ മനുഷ്യാവകാശം സംബന്ധിച്ച അന്തർദേശീയ ഉടമ്പടിയിൽ ആദ്യം ഒപ്പുവെച്ച രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ രാജ്യം. അതോടൊപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ മനുഷ്യാവകാശത്തിന് വലിയ പ്രാധാന്യവും നൽകി. ഇന്ത്യൻ ഭരണഘടന വ്യക്തിയുടെ അന്തസ്സും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ചു. നമുക്കറിയാം, ലോകത്ത് മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്ന 1948 ഡിസംബർ 10 ഒക്കെ സമയത്ത് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ കാലത്ത് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ മനുഷ്യാവകാശത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയത്. അങ്ങനെ ഇന്ത്യക്കൊരു ഭരണഘടന രൂപീകരിച്ചപ്പോൾ, ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ വളരെ പ്രാധാന്യത്തോടെയാണ് മനുഷ്യാവകാശങ്ങൾക്ക് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. ഹ്യൂമൻ റൈറ്റ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ടായ മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നപ്പോൾ ഭരണഘടനയുടെ 3-ാമത്തെ ഭാഗത്ത് മൗലികാവകാശങ്ങൾ എന്ന ഭാഗം ഉണ്ടാക്കി. ഈ മൗലികാവകാശങ്ങൾ തയ്യാറാക്കുന്നതിൽ UDHRന്റെ സ്വാധീനം വളരെ വ്യക്തമാണ്. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തുള്ള മൗലികാവകാശം എന്ന് പറയുന്നത് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് ആണ്. രാഷ്ട്രീയ പൗര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ്. അതേപോലെ 4-ാം ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്ന നിർദ്ദേശക തത്വങ്ങൾ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, അത് സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക അവകാശം ഉറപ്പുവരുത്തുന്ന ഒന്നാണ്. സോഷ്യൽ, എക്കണോമിക്കൽ, കൾച്ചറൽ റൈറ്റിനെ സംരക്ഷിക്കുന്ന ഒന്നാണ് DPSP എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 തരം അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ കടന്നു വരികയുണ്ടായി എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത. ഇത്രയുമാണ് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം.